എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഈ ഭാഷാ പഠന പദ്ധതിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലുസ്ക്വാംപെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻസാണ്. പ്ലുസ്ക്വാംപെർഫെക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഈ പ്ലുസ്ക്വാംപെർഫെക്റ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പ്രസൻസ് എന്തിനാണെന്ന് നമുക്കറിയാം, വർത്തമാനകാലത്ത് സൂചിപ്പിക്കുന്നത്. പ്രെറ്റരിറ്റും എന്താണെന്നുള്ളത് അറിയാം, ഭൂതകാലത്ത് സൂചിപ്പിക്കുന്നത്. പെർഫെക്റ്റ് എന്താണ്, അതും കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നത്. എല്ലാത്തിനും, എല്ലാ ടെൻസിനും, ഓരോ ടെൻസിനും ഒരു പ്രയോജനമുണ്ട്. പ്രയോജനമില്ലെങ്കിൽ ഒരു കാര്യത്തിനും ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ഇതാണ്: എന്താണ് ഈ പ്ലുസ്ക്വാംപെർഫെക്റ്റ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പ്ലുസ്ക്വാംപെർഫെക്റ്റ്? പ്ലുസ്ക്വാംപെർഫെക്റ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂതകാലത്ത് തന്നെ ഒന്നോ ഒന്നിലധികമോ സംഭവങ്ങൾ ഉണ്ടാകാം. ഞാൻ ഇന്നലെ ഒരു പത്രം വായിച്ചു എന്ന് പറയുമ്പോൾ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഓൺലി വൺ ഹാപ്പനിങ്, ഇൻസിഡൻറ്റ്. എന്താണ് ആ സംഭവം? പത്രം വായിക്കുക. ഞാൻ ഇന്നലെ ഒരു പത്രം വായിച്ചു, അതോടുകൂടി കാര്യം കഴിഞ്ഞു. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഭൂതകാലത്ത് നടന്ന ഒന്നിലധികം കാര്യങ്ങളെ സൂചിപ്പിക്കാനുണ്ടാവാം. ഞാൻ 2 ദിവസം മുൻപ് ഇവിടെ കൊച്ചിയിലെത്തി. അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പോയി കണ്ടു. ഇവിടെ ഒന്നിലധികം കാര്യം ഭൂതകാലത്ത് നടക്കുന്നുണ്ട്. 4-5 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ കൊച്ചിയിലെത്തി. അത് കഴിഞ്ഞ കാര്യമാണ്, ഭൂതകാലത്തൊരു കാര്യമാണ്. അതിനുശേഷം ഞാൻ സുഹൃത്തുക്കളെ പോയി കണ്ടു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു പാർട്ടിക്ക് പോയി. ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് ഒന്നിലധികം, കഴിഞ്ഞ കാലത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ കാലത്ത്, ഭൂതകാലത്ത് ഒന്നിലധികം കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു സെൻറ്റൻസിൽ പറയണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്ലുസ്ക്വാംപെർഫെക്റ്റിൻ്റെ ഉപയോഗം. അപ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാനും പാടുള്ളൂ. നോക്കൂ, ആ 2 സെൻറ്റൻസുകൾ നോക്കൂ. മൈൻ ഫ്രോയിൻഡ് ഹാട്ട് മിഷ് ബെസൂഹ്റ്റ്, മൈ ഫ്രണ്ട് ഹാസ് വിസിറ്റഡ് മീ. അത് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. Ich habe ihn eingeladen. Einladen എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ്, ക്ഷണിക്കുക എന്നാണ്. I have invited him. ഞാൻ അയാളെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ അയാളെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അയാൾ ഞാൻ ഒരുക്കിയ പാർട്ടിയിൽ വന്നിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറയണം എന്ന് വിചാരിക്കുക. ഇതെപ്പോഴാണ് നടന്നത്? കുറച്ചു കാലം മുമ്പാണ്, 1 മാസം മുമ്പാണ്. ഞാൻ അയാളെ ക്ഷണിച്ചു, എന്നിട്ട് അയാൾ എൻ്റെ പാർട്ടിക്ക് വന്നു. ഈ 2 ആക്ഷൻസും, ഈ 2 കാര്യവും നടന്നത് ഭൂതകാലത്താണ്. ഇത് രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ട്, യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു വാചകത്തിൽ പറയണം എന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ്, വളരെ ശ്രദ്ധിക്കൂ, അപ്പോൾ മാത്രമാണ് നമ്മൾ ഈ പ്ലുസ്ക്വാംപെർഫെക്റ്റ് എന്നുള്ള ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്കിനി തിരിച്ച് ആ 2 സെൻറ്റൻസിലേക്ക് പോകാം. Mein Freund hat mich besucht. Ich habe ihn eingeladen.
ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു. എൻ്റെ സുഹൃത്ത് എന്നെ സന്ദർശിച്ചു, ഞാൻ അയാളെ ക്ഷണിച്ചിരുന്നു. ഇതിൽ തന്നെ ഈ ഭൂതകാലത്ത് നടന്ന ഈ രണ്ട് സംഭവങ്ങളിൽ തന്നെ ആദ്യം നടന്നത് എന്താണ്? അയാൾ എന്നെ സന്ദർശിച്ചു എന്നുള്ളതാണോ, ഞാൻ അയാളെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണോ? ഞാൻ അയാളെ ക്ഷണിച്ചിരുന്നു. എന്നിട്ടല്ലേ അയാൾ എന്നെ സന്ദർശിക്കുള്ളൂ. അപ്പോൾ ഞാൻ അയാളെ ക്ഷണിച്ചിരുന്നു, ഐ ഹാവ് ഇൻവൈറ്റഡ് ഹിം എന്നുള്ളതാണ് ഭൂതകാലത്ത് തന്നെ നടന്നിരുന്ന രണ്ട് കഴിഞ്ഞ സംഭവങ്ങളിൽ ആദ്യം നടന്നത്, എന്നിട്ട് രണ്ടാമത്തത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളും നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു സെൻറ്റൻസിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ പ്ലുസ്ക്വാംപെർഫെക്റ്റ് ഉപയോഗിച്ച് ഇങ്ങനൊരു സെൻറ്റൻസ് പറയും. Nachdem ich meinen Freund eingeladen hatte, hat mich besucht. After I had invited my friend, he has visited me. Aber nachdem ich meinen Freund eingeladen hatte, ആദ്യം നടന്ന സംഭവം, ഭൂതകാലത്ത് ആദ്യം നടന്ന സംഭവം നമ്മളൊരു നെയ്ബൻ സാറ്റ്സിൽ പറയുകയാണ്, പ്ലുസ്ക്വാംപെർഫെക്റ്റ് വെച്ച്. പിന്നെ അടുത്ത സംഭവം പറയുന്നു. അപ്പോഴാണ് നമ്മൾ ഈ nachdem ich meinen Freund eingeladen hatte, eingeladen habe എന്നല്ല, eingeladen habe എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പെർഫെക്റ്റ് സെൻറ്റൻസ് ആവും. അപ്പോൾ ഭൂതകാലത്ത് ആദ്യം നടന്ന സംഭവത്തിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ പെർഫെക്റ്റ് അല്ല ഉപയോഗിക്കുന്നത്, പ്ലുസ്ക്വാംപെർഫെക്റ്റാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പിന്നെ പെർഫെക്റ്റ് സെൻറ്റൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ പ്ലുസ്ക്വാംപെർഫെക്റ്റ് നമ്മൾ കാട്ടുന്ന സെൻറ്റൻസ് 90% ഒരു നെയ്ബൻ സാറ്റ്സിലായിരിക്കും. nachdem ich meinen Freund eingeladen hatte. അപ്പോൾ നെയ്ബൻ സാറ്റ്സ് കഴിഞ്ഞിട്ടൊരു കോമ വേണം. അത് കഴിഞ്ഞാൽ ഉടനെ ഹൗസ് സാറ്റ്സിലെ ഓക്സിലറി വെർബും വരണം. അതാണ് അതിൻ്റെ നിയമം. ഇനി ആ സെൻറ്റൻസ് ഒന്നും കൂടി വായിച്ചു നോക്കൂ. nachdem ich meinen Freund eingeladen hatte, hat mich besucht. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സെൻറ്റൻസായിട്ട് നമുക്ക് ഇതിനെ പിരിച്ചെഴുതാം. എങ്ങനെ പിരിച്ചെഴുതാം? mein Freund hat mich besucht, ich habe ihn eingeladen. ഈ രണ്ട് സെൻറ്റൻസും കൂട്ടി പറഞ്ഞതാണ്, ഒറ്റ സെൻറ്റൻസ് പറഞ്ഞതാണ് ഈ nachdem വെച്ചിട്ടുള്ള സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞത്. വേറൊരു ഉദാഹരണം. ich ging ins Hotel, ഞാൻ ഹോട്ടലിലേക്ക് പോയി. ich bin in Kochi angekommen, ഞാൻ കൊച്ചിയിൽ എത്തിച്ചേർന്നു. ഞാൻ ചെന്നൈയിലായിരുന്നു, ഞാൻ അവിടുന്ന് കൊച്ചിയിൽ എത്തിച്ചേർന്നു. ഇതിലേത് എന്താണ് ആദ്യം നടന്നത്? ഏത് സംഭവമാണ് ആദ്യം നടന്നത്? കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഹോട്ടലിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊച്ചിയിൽ എത്തുന്നു അല്ലെങ്കിൽ എത്തി എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. അപ്പോൾ അത് നമ്മൾ പ്ലുസ്ക്വാംപെർഫെക്റ്റിൽ ഒരു നെയ്ബൻ സാറ്റ്സിലാണ് പറയുക. nachdem ich in Kochi angekommen war, angekommen bin അല്ല, angekommen bin എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആവും. അപ്പോൾ ബിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എടുക്കണം. nachdem ich in Kochi angekommen war, bin ich ins Hotel gegangen. ഇത് തിരിച്ചും പറയാം. ich bin ins Hotel gegangen, nachdem ich in Kochi angekommen war. അങ്ങനെയും പറയുന്നതിൽ ഒരു തെറ്റുമില്ല. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 90%
ഈ പ്ലുസ്ക്വാം പെർഫെക്റ്റിനെ എപ്പോഴും ഒരു നെയ്ബൻ സെറ്റ്സിലായിരിക്കാണ് വരിക. ആ നെയ്ബൻ സെറ്റ്സ് നിങ്ങൾക്കറിയാം, വെർബിൻ്റെ പൊസിഷൻ എപ്പോഴും അവസാനമായിരിക്കും. നെയ്ബൻ സെറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോമ വേണം. ആ കോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് തന്നെ അടുത്ത മെയിൻ സെൻറ്റൻസിൻ്റെ കോൺജുഗേറ്റഡ് വെർബ് വരണം. പക്ഷേ ഈ പ്ലുസ്ക്വാം പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്നത് 100% ഒരു നെയ്ബൻ സെറ്റ്സിലാണെന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. ഒരു മെയിൻ സെൻറ്റൻസിലും നമുക്ക് ഒരു പ്ലുസ്ക്വാം പെർഫെക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണം, ഫോർ ഹെയർ എന്നുള്ളൊരു വാക്ക് വെച്ചിട്ട് നമുക്ക് പ്ലുസ്ക്വാം പെർഫെക്റ്റ് പറയാം. Mein Freund hat mich besucht. Vorher hatte ich ihn eingeladen. ഇത് രണ്ടും സെപ്പറേറ്റ് സെൻറ്റൻസസ് ആണ്. ഇവിടെ ഒരു നെയ്ബൻ സെറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട് മെയിൻ സെൻറ്റൻസ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. പക്ഷെ ഭൂതകാലത്ത് ആദ്യം നടന്ന സംഭവമാണ് ഫോർ ഹെയർ ഹട്ട് ഇഷ് ഐൻഗലാഡൻ. ഇതിന് മുൻപ് ഞാൻ അയാളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. എന്നിട്ടാണ് അയാൾ എന്നെ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ഓർഡർ നോക്കൂ. മൈൻ ഫ്രണ്ട് ഹാറ്റ് മിഷ് ബെസൂട്ട്. ഫോർ ഹെയർ ഹാട്ട് ഇഷീൻ ഐൻഗലാഡൻ. പക്ഷേ മറിച്ച് പറയാൻ പറ്റില്ല. ഫോർ ഹെയർ ഹാട്ട് ഇഷൈൻ ഈൻ ഐൻഗലാഡൻ മൈൻ ഫ്രണ്ട് ഹാറ്റ് മിഷ് ബെസൂട്ട് എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത് മാത്രമേ ഈ ഫോർ ഹെയർ എന്ന് വെച്ചിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നാഹ്ദേം വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർ ഹെയർ വെച്ചിട്ടോ നമുക്ക് പ്ലുസ്ക്വാം പെർഫെക്റ്റിൽ നടന്ന ഒരു സംഭവം പറയാം. നാഹ്ദേം വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത് നിർബന്ധമായും ഒരു നെയ്ബൻ സെറ്റ്സാണ്. വെർബ് അവസാനമാണ്. അത് കഴിഞ്ഞിട്ട് കോമ വേണം. പിന്നെ അടുത്ത വെർബിൻ്റെ ഓക്സിലറി വെർബ് വേണം. ഫോർ ഹെയർ വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു നെയ്ബൻ സെറ്റ്സ് ആവില്ല. രണ്ട് ഡിഫറെൻറ്റ് ഹൗസേറ്റ്സ്, രണ്ട് ഡിഫറെൻറ്റ് മെയിൻ സെൻറ്റൻസസ് ആയിരിക്കും. എന്ന് മാത്രമല്ല, നമുക്ക് ഒരിക്കലും ഫോർ ഹെയർ വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആദ്യം പറയാൻ പറ്റില്ല. രണ്ടാമത് മാത്രമേ അത് പറയാൻ പറ്റൂ. ഇത്രയുമാണ് പ്ലുസ്ക്വാം പെർഫെക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയുന്നത്.